ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെവിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പുറത്തു പറയണം. അദ്ദേഹം ഒരിക്കലും ചിരിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും അത് ഇത്രമാത്രം ഒരു ഈ ചിരിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല. സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത്, താങ്കൾ എങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത് അന്വേഷിക്കുമല്ലോ? ഇല്ല, ഞാൻ അത്തരം അന്വേഷിച്ചു. അല്ല, അത് പോകും. എൻ്റെ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ എന്നെ വന്ന് കാണുമ്പോൾ അവരോടൊപ്പം ഞാൻ പോകും. എൻ്റെ നിങ്ങൾ പറയുന്ന രീതിയിലല്ല. എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ആളുകൾ ആര് വന്ന് എന്നെ വന്ന് കണ്ടാലും അവരോടൊപ്പം അവർ പറയുന്ന ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് മനസ്സിലാക്കുക. അത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാടതാണ്. അത് ആരാണെങ്കിലും ഞാൻ പോകും. പക്ഷേ അത് തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്, കൊള്ളക്കാരനാണെന്ന് കണ്ടാൽ അതിലേക്ക് അവരോടൊപ്പം പോവുക എന്നുള്ളതല്ല അടൂർ പ്രകാശിൻ്റെ ചുമതല. നിങ്ങൾ 3 പേര് മാത്രമാണ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. സോണിയാഗാന്ധി ചരട് കെട്ടിക്കൊടുത്തതല്ലാതെ എന്തായിരുന്നു അവിടെ ചർച്ച? പ്രധാന കാര്യം ഇല്ല, അങ്ങനെ അവിടെ സോണിയാഗാന്ധിയെ കണ്ടതിലൊരു കാര്യം ഉണ്ടാവില്ല. അല്ല, അവിടെ ഈ മറ്റ് ചർച്ചകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അവിടെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ലക്ഷ്യമനുസരിച്ചുള്ള ഒരു ചർച്ച അവിടെ നടത്തും. അല്ല, മുഖ്യമന്ത്രിയോട് പറഞ്ഞ പോലല്ല. മുഖ്യമന്ത്രിയാണ് അത് വ്യക്തമാക്കേണ്ടത്. ഞാൻ ആവശ്യപ്പെടുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കണം. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറഞ്ഞത് എന്നാണ് എന്ന് അദ്ദേഹം പുറത്തു പറയണം. അത് ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെവിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പുറത്തു പറയണം. അദ്ദേഹം ഒരിക്കലും ചിരിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും അത് ഇത്രമാത്രം ഒരു ഈ ചിരിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങൾ കുറിച്ച് ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. എങ്കിലും ഇത് കാണുമ്പോൾ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇവിടെ ശബരിമലയുടെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, അതിനപ്പുറത്ത് മറ്റ് ക്ഷേത്രങ്ങളുണ്ട്, അവിടെയും തന്നെ ഏൽപ്പിക്കുന്നു എന്നാണോ പറഞ്ഞത് എന്നതിനെ കുറിച്ച് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു.